ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻഡിഎ കേരള പദയാത്രയ്ക്ക് കാസർഗോട്ട് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 3-ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര. അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. തുടർന്ന് 11:30-ന് പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, പദയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. വലിയ ലക്ഷ്യങ്ങളാണ് ബിജെപിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. എങ്ങനെയാണ് ഈ യാത്ര? എന്തൊക്കെ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണം? മുന്നണി വിപുലീകരണം, കൂടുതൽ പേരുടെ വരവ് ഒക്കെ ബിജെപി പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രേണുക, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന എൻഡിഎ കേരള പദയാത്രയിൽ അത്തരത്തിലുള്ള വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗം കെ നാരായണൻ ഉൾപ്പെടെ 300ഓളം പേരാണ് ബിജെപിയിൽ ചേരുന്നത്. അത്തരത്തിൽ ഓരോ ജില്ലയിലും പുതുതായി ഈ കോൺഗ്രസിൽ അതൃപ്തിയുള്ളവർ, അത്തരത്തിലുള്ള ആൾക്കാരെ ബിജെപിയിലേക്ക് ആകർഷിക്കുക. മാത്രമല്ല, എൻഡിഎയുടെ മുഴുവൻ ഘടകകക്ഷികളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മണിക്ക് താളിപ്പടപ്പ് മൈതാനിലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുക. അതിനുശേഷം ഇന്ന് പദയാത്ര 10 കിലോമീറ്റർ പിന്നിട്ട് മേൽപ്പറമ്പിൽ സമാപിക്കും. അതോടുകൂടി കാസർഗോഡ് ജില്ലയുടെ പരിപാടി അവസാനിക്കും. നാളെ യാത്രയില്ല. അതിനുശേഷം മറ്റന്നാളാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനം. അതിനുശേഷം തിങ്കളാഴ്ച വയനാട്ടിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വടകരയിലുമാണ് ഈ ജാഥയുടെ യാത്ര. എന്തായാലും പാലക്കാട്ടാണ് ഫെബ്രുവരി 27-ന് യാത്ര സമാപിക്കുന്നതെങ്കിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും ഈ യാത്ര പര്യടനം നടത്തുന്നുണ്ട്. വലിയ തോതിലുള്ള പദ്ധതികളുമായി തന്നെയാണ് ബിജെപി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റെങ്കിലും പിടിക്കുക എന്ന ഒരു ലക്ഷ്യം ബിജെപിക്കുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു യാത്ര. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ തന്നെയാണ്. ഓരോ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 11:30-ക്കാണ് ഈ ഒരു പരിപാടി. അതായത് അല്പസമയത്തിനകം, ഞാനിപ്പോൾ നിൽക്കുന്നത് ബിജെപി ജില്ലാ ആസ്ഥാനത്താണ്. ഇവിടെ അല്പസമയത്തിനകം സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും. എന്തായാലും JP നദ്ദയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനമെങ്കിലും ബീഹാർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി JP നദ്ദ ഇന്ന് എത്തില്ല. ഗോവ മുഖ്യമന്ത്രിയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനമാവുക. മാത്രമല്ല, കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ ബിജെപി നേതാക്കളും ഇന്ന് കാസർഗോഡ് ഉണ്ടാവും, ഈ പരിപാടിക്ക് ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ എൻഡിഎയുടെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ ഉണ്ടാവും. എന്തായാലും വലിയ തോതിലുള്ള ഈ പുതുതായി ഈ മുന്നണി വിപുലീകരണം, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ് ഇന്ന് കാസർഗോഡ് നിന്നും സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. രേണുക, ശരി. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും